Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ആരി വർക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ബ്ലൗസിൽ മെഷർമെന്റ്സ് എടുക്കുന്ന മെത്തേഡ് കാണാം. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. ഒരു ബ്ലൗസ് ഫുൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ ബ്ലൗസിന്റെ ഫുൾ ആയിട്ട് ഒരു ഫുൾ ഫോം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നെക്ക് ലൈനും സ്ലീവ് ലൈനും മാത്രമാണ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 മീറ്റർ ആണ്. പോളി കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നോക്കി കഴിയുമ്പോൾ 2 കരവശം കാണാൻ പറ്റും, അതുപോലെ 2 കട്ടിംഗ് എഡ്ജസും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കരവശം നമുക്ക് ലെങ്തായിട്ട് വരുന്ന രീതിക്ക് വേണം മാർക്ക് ചെയ്യേണ്ടത്. ലെങ്തായിട്ട് വരുന്ന രീതിക്ക് വേണം നമ്മൾ രണ്ടായിട്ട് മടക്കി ഇടേണ്ടത്. അപ്പോൾ ഞാനിവിടെ കരവശം ലെങ്തായിട്ട് വരുന്ന രീതിക്ക് തന്നെ ഈ ഒരു തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോൾഡ് എടുക്കുമ്പോൾ നമ്മുടെ വശത്ത് ഈ ഒരു ഫോൾഡ് നമ്മുടെ നേർക്ക് വരുന്ന രീതിക്ക് മടക്കി ഇടുക. അപ്പോൾ ഈ ഒരു ഫോൾഡിൽ വേണം നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ നേരത്തെ ബ്ലൗസിൻ്റെ ലെങ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഞാനൊരു ബ്ലൗസിൽ നിന്ന് നേരിട്ട് അളവെടുത്ത് എങ്ങനെ ഒരു ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്ലൗസ് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു 2 ഇഞ്ച് ഞാനിവിടെ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കുകയാണ് ഇതിൻ്റെ താഴെയായിട്ട്. സാധാരണ നമുക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ച് ഒന്നല്ലെങ്കിൽ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ വർക്കൊക്കെ ചെയ്ത് നമ്മൾ ഫ്രെയിമിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നൂല് കട്ടിങ് എഡ്ജസ് ആയതുകൊണ്ട് തന്നെ നൂല് എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്കും 1 ഇഞ്ച് കറക്റ്റ് കാണില്ല. അതുകൊണ്ടാണ് 2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്താണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ബ്ലൗസിൻ്റെ ഇറക്കം തന്നിരിക്കുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ 15 ഈ ഒരു ലൈനിൽ വെച്ചിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ടേപ്പിൻ്റെ വലിയ അക്കത്തിൽ കാണുന്നതാണ് ഇഞ്ച്, ചെറിയ അക്കത്തിൽ വരുന്നത് സെൻറ്റിമീറ്ററാണ്. ഇവിടെ ഇവിടെ 15 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് കഴുത്തകലമാണ്. സാധാരണയായിട്ട് നമ്മൾ എടുക്കുന്ന കഴുത്തകലം ഇപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന കഴുത്തകലം എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ആരി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്ത് വേണം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 ഇഞ്ചാണ് കഴുത്തകലം മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ആൾക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആരി വർക്ക് ചെയ്യുന്നത് കൊണ്ട് 3 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മളെപ്പോഴും 1/2 ഇഞ്ച് കൂട്ടി എടുക്കുന്നതാണ് സ്റ്റിച്ചിങ്. അപ്പോൾ നമുക്കിപ്പോൾ ആരി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കൂട്ടി എടുക്കണം. അതുപോലെ നമ്മൾ ടൈലറിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് നമ്മളെപ്പോഴും അത്യാവശ്യം തയ്യൽ തുമ്പ് ഇട്ട് വേണം നമ്മൾ തയ്ക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ മെഷീൻ്റെ പ്രഷർ ഫുട്ട് കയറി തട്ടും. ഇനി നെക്ക് ലെങ്ത് എടുക്കാം. നെക്ക് ലെങ്ത് എടുക്കുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ചിന് ഞാനിവിടെ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കുന്നില്ല. മുകളിൽ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ടൊരു സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു സ്റ്റിച്ചിങ് അലവൻസ് വന്നോളും. ഇനി നമുക്കിതിനൊരു L ഷേപ്പിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് വേണം റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ മുകളിൽ ഞാനിവിടെ 3.5 ഇഞ്ചാണ് എടുത്തത്. താഴെ എടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. കാരണം നമ്മളെപ്പോഴും ഈ ഒരു വളവ് റൗണ്ട് വരുന്നിടത്തൊന്നും വളച്ച് വരയ്ക്കുന്നതാണ് കുറച്ചുകൂടെ കാണാനായിട്ട് ഭംഗി. അതുകൊണ്ട് തന്നെ ഈ ഒരു താഴെ, അതായത് നെക്കിൻ്റെ താഴെയായിട്ടൊരു 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ 2 ഇഞ്ചാണ് കഴുത്തകലമെങ്കിൽ 2.5 ഇഞ്ച് എടുക്കുക. താഴെ വരുമ്പോഴത്തേക്കും ഒരു 3 ഇഞ്ച് എടുക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ ഈ ഒരു 2 പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് എടുത്ത് കൊടുക്കുക, ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷേപ്പർ ഉണ്ടെങ്കിൽ, അതായത് സ്റ്റെൻസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ബാക്ക് നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കിതിൻ്റെ ഞാനിപ്പോൾ ഈ ഒരു ബ്ലൗസിൽ ചെയ്യുന്നത് നെക്ക് ലൈനും സ്ലീവ് ലൈനും മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്ക് ലൈൻ മാത്രം വരച്ചു കൊടുത്താൽ മതി. ഒരു ബ്ലൗസ് ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇതുപോലെ ഷോൾഡർ വരച്ചു കൊടുക്കണം. ഇവിടുന്ന് ഇതിപ്പോൾ നെക്ക് വിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഷോൾഡർ പോകും, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ആം ഹോൾ പോകും. പിന്നെ സൈഡ് വണ്ണം എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്കിൽ 2 ഡാർട്ട് വരും, ആ ഒരു ഡാർട്ടിൻ്റെ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ലൈൻ ഞാനിപ്പോൾ രണ്ടാമത് വരയ്ക്കുന്ന ലൈനിൽ കൂടെ ആയിരിക്കും ടൈലർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അരയിഞ്ച് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരയിഞ്ച് എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് 9 ഇഞ്ച് തന്നെ വന്നോളും. അപ്പോൾ ഇതുപോലെയാണ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കട്ടിങ് എഡ്ജിലാണ് നമ്മളിപ്പോൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ അടുത്ത കട്ടിങ് എഡ്ജ് ഉണ്ട്, അവിടെ ആയിട്ടാണ് നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു കട്ടിങ് എഡ്ജാണ്, ഇതിൻ്റെ അടുത്ത പോർഷൻ അതായത് ഇവിടെ വരും. ഈ ഒരു പോർഷനിലാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും രണ്ട് ഫോൾഡ് ഇട്ട് മാർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഒരു ഫോൾഡും കൂടെ ആക്കി കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ 4 ഈ ഒരു തുണിയെ മടക്കിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലെങ്ത് വരുന്നത് എപ്പോഴും ഫോൾഡായിട്ടിരിക്കുന്ന വശത്ത് വേണം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഓപ്പൺ വശമാണ്. ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു 1 ഇഞ്ച് നമ്മൾ താഴെ ഇപ്പോൾ 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നൂലിങ്ങനെ വിട്ട് പൊക്കോണ്ടേയിരിക്കും. ഇനി അത് അല്ല, നമുക്ക് വേണമെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് 2 സൈഡും ഒന്ന് തയ്ച്ച് വെച്ചിരുന്നാൽ ഈ ഒരു നൂലിങ്ങനെ പോകുന്ന വിഷയം ഉണ്ടാവില്ല. അതുപോലെ 1 ഇഞ്ച് ഞാനിവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്തപ്പോൾ ഫോൾഡ് വരുന്ന 4 പീസും ഫോൾഡായിട്ടിരിക്കുന്ന വശമല്ല. അപ്പോൾ 4 പീസും ഫോൾഡായിട്ടിരിക്കുന്ന വശത്ത് വേണം നമ്മൾ എപ്പോഴും സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഫോൾഡിങ് വരുന്ന വശത്ത് വേണം സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ വെച്ചിട്ട് സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഒരു സ്ലീവിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലീവിൻ്റെ ആം ഹോളും അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ച് വെട്ടിക്കൊടുക്കും. അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ സ്ലീവിൻ്റെ ബോർഡറിൽ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ സ്ലീവിൻ്റെ മൊത്തത്തിലുള്ളത്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു പാറ്റേൺ വച്ചിട്ട് വരയ്ക്കുന്ന മെത്തേഡ് നെക്സ്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് റൗണ്ട് വന്നിട്ട് ടോട്ടൽ വന്നിട്ട് 11 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കുക, 5.5 ഇഞ്ച്. 11 ഇഞ്ചിൻ്റെ പകുതി എടുക്കുക, 5.5 ഇഞ്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പോയിൻ്റ്, അതായത് സ്ലീവിൻ്റെ ഒരു വിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു പോയിൻ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു സ്ലീവിൻ്റെ ഫോം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈക്കുഴിയുടെ അവിടെ ഒന്ന് ഇറക്കിയെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ അളവുണ്ടെങ്കിൽ ആ അളവിൽ നമുക്ക് എത്രയാണോ വരുന്നത് അത് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞു തരുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി ഒരു പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇതിൻ്റെ അപ്പുറത്തോട്ട് വരുന്നത് തയ്യൽ തുമ്പാണ്. ഒരു സൈഡിലോട്ട് തയ്യൽ തുമ്പ് വന്നോളും, സ്ലീവ് ജോയിൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇംപ്രഷൻ നമുക്ക് ഇപ്പുറത്തോട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ അളവെടുത്ത് വരയ്ക്കേണ്ട കാര്യമില്ല. ഇതുപോലൊരു നീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചു കൊടുത്ത വരയിൽ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ നമ്മൾ റിബൺ വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ നീഡിലാണ്. ആരി നീഡിൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ആരി നീഡിൽ ഉപയോഗിക്കുമ്പോൾ അത് ഫുള്ളായിട്ടും താഴെ ഇറക്കുക. ആ നീഡിൽ അവസാനം വരെയും, അതായത് നീഡിൽ എത്ര ലെങ്ത് ഉണ്ടോ ആ ലെങ്ത് അത്രയും താഴ്ത്തി ഇറക്കുക. എങ്കിൽ മാത്രമേ കറക്റ്റ് ഡോട്ട് വീഴൂ, ആ കുത്ത് കറക്റ്റായിട്ട് വീഴുള്ളൂ.
4 പീസും ഒരുമിച്ച് വെച്ച് വേണം ഈ സൈഡിലോട്ടൊക്കെ നമുക്ക് കുത്തിട്ട് കൊടുക്കേണ്ടത്. ഇംപ്രഷൻ നമ്മൾ ഈ ഇട്ട് കൊടുത്ത കുത്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ പെൻസിലോ ചോക്കോ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വരച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ വരച്ച് കഴിഞ്ഞതിന് പിന്നെ വീണ്ടും നമുക്ക് മെഷർമെൻറ്റ് ടേപ്പ് ഉപയോഗിച്ച് വീണ്ടും എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡ്. ഇത് നെക്സ്റ്റ് നമ്മൾ ബാക്ക് പാർട്ടിൽ, അതായത് നെക്സ്റ്റ് സ്ലീവ് ഇതുപോലെ തന്നെ വരച്ച് ചേർക്കുക. അപ്പോൾ നിങ്ങൾ സ്ലീവിൻ്റെ ആ ഒരു ബോർഡർ ലൈൻ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ആം റൗണ്ട് മാത്രം വരച്ചാൽ മതി. ഇതിൻ്റെ ഫുള്ളായിട്ട് വരയ്ക്കണം. ലെങ്ത് നോക്കുക. നോക്കിയതിന് ശേഷം ഈ ഒരു ഇത് വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. നമ്മൾ സാരിയിൽ നിന്നൊക്കെ നേരിട്ട് മുറിച്ചെടുക്കുന്ന ബ്ലൗസ് പീസിന് നമുക്ക് ഒരിക്കലും ഇതുപോലെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. കാരണം അത് 1 മീറ്റർ തികച്ചുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് നെക്കിൽ ഞാൻ ഇതുപോലെ കുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാരിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ബ്ലൗസ് പീസിന് നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നതെങ്കിലും തുണിയുടെ അളവ് എത്രയുണ്ടെന്ന് നോക്കി അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മാത്രമേ, മീറ്റർ അനുസരിച്ചിട്ട് മാത്രമേ നമുക്കിതുപോലെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതും ഒരു ട്യൂട്ടോറിയലായിട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ബാക്ക് നെക്ക് ഫുള്ളായിട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് വരച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് വരയ്ക്കുന്നത്. അതായത് ഈ ഒരു സൈഡ്, ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രെയിം വയ്ക്കാനും ഈസിയാണ്. ബാക്ക് നെക്കിൽ കയറി തട്ടുകയില്ല. നമുക്ക് തുണി തികയാതെ വരുന്ന അവസരത്തിൽ നമുക്ക് ബാക്ക് നെക്ക് വരച്ചതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കും വരച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തത്. ഇറക്കം വന്നിട്ട് 6.5 ഇഞ്ചാണ്. നോർമലായിട്ട് എല്ലാവർക്കും 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പോട് കൂടി നമ്മൾ 7 ഇഞ്ച് എടുക്കണം. ഞാനിവിടെ 6.5 ഇഞ്ചാണ് കഴുത്തിറക്കം മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ വെച്ച് മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു താഴ്വശം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് നെക്കിൽ ചെയ്ത എന്താണ്, 3.5 ഇഞ്ചാണ് എടുത്തത്. ഇവിടെ നമുക്ക് 3.5 എടുക്കണ്ട, 3.25 എടുത്താൽ മതി. കാരണം ഫ്രണ്ട് ആയതുകൊണ്ട് ബ്രേസർ ലൈൻ പുറത്ത് കാണും. അപ്പോൾ 3.25 എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് കിട്ടിക്കോളും. കാരണം നമ്മൾ ഫ്രണ്ട് ഇപ്പം നമുക്ക് ഇത് ഹെമ്മിങ് ഉപയോഗിച്ച് ചെയ്യുന്ന ബ്ലൗസ് ആണെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട് നമ്മളൊന്ന് കുഴിച്ച് വെട്ടിയിട്ടേ നമ്മൾ ഈ ഒരു ഹെമ്മിങ് പീസ് വെച്ച് കൊടുക്കുകയുള്ളൂ. ഓരോരുത്തരും സ്റ്റിച്ച് ചെയ്യുന്നത് ഓരോ മെത്തേഡാണ്. ബ്ലൗസ് വരയ്ക്കുന്നത് തന്നെ പല രീതിക്ക് നമുക്ക് വരയ്ക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ തുണിയുടെ മീറ്റർ എത്രയുണ്ടോ, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പല മെത്തേഡിൽ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡ്. എനിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്തത്. നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതുവരെ മാത്രമേ വർക്ക് വരുള്ളൂ. ബാക്കി നമുക്ക് ഹുക്ക് വട്ട വയ്ക്കുന്ന ഒരു സ്പേസാണ്. ഇവിടെ നിങ്ങോട്ട് ഷോൾഡർ പോകും. അതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ. എത്രയേ ഉള്ളൂ ഈ ഒരു ബ്ലൗസിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് തന്നെ ഇതിപ്പോൾ റൈറ്റ് സൈഡിലാണ് വരേണ്ടത്. അപ്പോൾ ഞാനിത് നേരത്തെ കാണിച്ചതുപോലെ നീഡിൽ ഉപയോഗിച്ചിട്ട് കുത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പുറത്തോട്ട് ഇതിൻ്റെ ഇംപ്രഷൻ വരച്ചെടുക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ ബ്ലൗസിൽ നമുക്ക് റൈറ്റ് സൈഡ് മാത്രം വർക്ക് വന്നാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് നെക്ക് കിട്ടുന്നത്. ഇനി ഞാനിതിനെ ഫ്രെയിമിലും കൂടെ വെക്കുന്ന മെത്തേഡൊന്ന് കാണിക്കാം. എനിക്കിവിടെ ഈ ഒരു വർക്ക് നെക്ക് ലൈന് മാത്രമാണ് വരുന്നത്, സൈഡിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 16 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 16 ഇഞ്ച് എടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക. 18 ഇഞ്ചാണെങ്കിൽ കുറച്ച് വലുതായിരിക്കും. നമുക്ക് സൈഡിലൊക്കെ നമുക്ക് ബുട്ടാസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തറയിൽ വെച്ചിട്ട് തന്നെ ഒരു നിരപ്പായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഫ്രെയിം ഫിക്സ് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചുളുക്ക് നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാനായിട്ട് പറ്റില്ല. താഴേന്നും മുകളിൽ നിന്നും ആയിട്ടിങ്ങനെ തുണിയെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തുണി ഇങ്ങനെ വലിഞ്ഞ് ഡാമേജ് ആയി പോകും. ഡാമേജ് വന്നാൽ നമുക്കത് മാറ്റാനുള്ള വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകെ നമുക്ക് ഓരോ വീഡിയോസായിട്ട്
ഓരോ വീഡിയോസിലായിട്ട് ഞാനത് കാണിക്കുന്നതാണ്. ഇതുപോലെ ഫ്രെയിം ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. തട്ടുമ്പോൾ ഒരു ഡ്രമ്മിലടിക്കുന്ന ശബ്ദം കേൾക്കണം, എങ്കിൽ മാത്രമാണ് ഇത് ടൈറ്റായിട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബ്ലൗസ് മെറ്റീരിയൽ മാർക്ക് ചെയ്യുന്നതിൻ്റെയും ഫ്രെയിം വയ്ക്കുന്നതിൻ്റെയും മെത്തേഡ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.